ജിൻഡോ മഹാരാജാവിനെ കുറിച്ച് വാനോളം പുകഴ്ത്തുകയാണ് നമ്മുടെ അർജുൻ പ്രജ. രാജാവിന്റെ പണ്ടത്തെ കഥ ഞാൻ പറയാം. രാജാവ് ഒരു കോഴിയായിരുന്നു, ഒരു കോഴി പ്രേമിയായിരുന്നു എന്നൊക്കെ പറയാണ്. ഞങ്ങൾക്കറിയാമോ, ഒറ്റയടിക്ക് 10 കിലോ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത ആളല്ലേ രാജാവ് എന്നൊക്കെ പ്രജകളായ അഭിഷേകും ഋഷിയും സിജോയൊക്കെ പറയാണ്. അപ്പൊ അർജുൻ, അതെ, ഒരു മനുഷ്യന് പോലും കൊടുക്കാതെ ഒറ്റയ്ക്ക് 10 കിലോ ചിക്കൻ തിന്ന ആളാണ് നമ്മുടെ രാജാവ് എന്നൊക്കെ അർജുൻ പറയാണ്. അപ്പൊ ജിൻഡോ രാജാവാണെങ്കിൽ, അയ്യോ എന്നോട് ക്ഷമിക്കൂ, രാജാവിനോട് ക്ഷമിക്കൂ, ആർക്കാണ് ഒരു തെറ്റ് പറ്റാത്തത് എന്നൊക്കെ ജിൻഡോ പറയാണ്. അത് കുഴപ്പമില്ല രാജാവേ, എല്ലാവർക്കും ഒരു തെറ്റ് പറ്റും, കുഴപ്പമൊന്നുമില്ല എന്ന് ബാക്കിയുള്ളവർ പറയുന്നു. ഇതെല്ലാം കേട്ട് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീതും ജാസ്മിനും. ഇവരുടെ കൂടി ഇതിലൊന്നും പങ്കെടുക്കുന്നില്ല. കണ്ണെഴുതുന്നു, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നല്ല മേക്കപ്പാണ്. അതിനിടയ്ക്ക് ജാസ്മിൻ്റെ ഒരു വൻ തഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രീതു മാത്രമേ ആ തഗ് കേട്ടിട്ടുള്ളൂ. സംഭവം രാജാവിന് ഇനി രണ്ടാമത്തെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് അർജുൻ പറയുന്നുണ്ട്. രാജാവ് ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് പോകുമായിരുന്നു. പോയിക്കൊണ്ടിരുന്നപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് നേരെ ഒരു മരത്തിലേക്ക് ചാടി, വീണ്ടും ആ മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ ഈ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ പറയാണ്, എന്താ രാജാവ് അപ്പോൾ കുരങ്ങായിരുന്നു? അപ്പോൾ ശ്രീതു എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീതുവിന് മനസ്സിലായില്ല. അപ്പോൾ ജാസ്മിൻ, അല്ല, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടാൻ രാജാവ് എന്താ കുരങ്ങനായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ.